പ്രിയപ്പെട്ടവർ, ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. KPCC DCC പുനഃസംഘടനാ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. KPCC ഭാരവാഹികളിൽ ഭൂരിഭാഗം പേരെയും നിലനിർത്തും. പരമാവധി 85 ഭാരവാഹികളെ ഉൾപ്പെടുത്താനാണ് ആലോചന. 5 വൈസ് പ്രസിഡന്റുമാരെ നിയമിക്കാനാണ് നീക്കം. 9 DCC പ്രസിഡന്റുമാരെ മാറ്റിയേക്കും. അതേസമയം മാർട്ടിൻ ജോർജ്, K പ്രവീൺകുമാർ, VS ജോയ്, മുഹമ്മദ് ഷിയാസ്, ജോസഫ് ടാജറ്റ് എന്നിവർ തുടരും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, DCCമാരെ നീക്കുന്നത് സംബന്ധിച്ച ചർച്ചയിൽ ഇപ്പോൾ 5 DCCമാരെ നിലനിർത്തിക്കൊണ്ടുള്ള പരിഷ്കരണത്തിനാണോ ഈ KPCC തുടക്കം കുറിച്ചിരിക്കുന്നത്? റോഷി, അരുൺകുമാർ, KPCC DCC പുനഃസംഘടനാ ചർച്ചകൾ ദിവസങ്ങളായി തുടങ്ങിയിട്ട് KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ചർച്ചകൾ സജീവമാക്കിയത്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ചർച്ചയിൽ ഏറ്റവും നിർണായകമായ ചർച്ച നടന്നത് ഇന്നലെ രാത്രി തലസ്ഥാനത്താണ്. ഇന്നലെ AICC സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, നിലവിലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ വന്നത്. 9 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ അധ്യക്ഷ പദവിയിൽ മാറ്റമുണ്ടാകും. അതേസമയം 5 ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർ ആ പദവിയിൽ തുടരും. അതിൽ ഒന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ് മാർട്ടിൻ ജോർജ് തുടരും. രണ്ടാമത്തേത് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K പ്രവീൺകുമാർ. സംസ്ഥാനത്ത് ഏറ്റവും മനോഹരമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനം പണിതു എന്നതാണ്. അതിനൊപ്പം തന്നെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും അവിടെയൊക്കെ കൃത്യമായി ഫോം ചെയ്തു എന്നതും ഒരു പ്രത്യേകതയാണ്. ഒപ്പം മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ VS ജോയ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നിട്ട് പോലും അവിടെ ഒരു തരത്തിലും പ്രതിഷേധം ഉയർത്താതെ കൃത്യമായ പ്രവർത്തനത്തിന് അവിടെ മേൽനോട്ടം വഹിച്ചു എന്നതാണ് VS ജോയിയുടെ ഒരു പ്രത്യേകതയായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആണ്. ഷിയാസ് ഏറ്റവും മികച്ച പ്രവർത്തനം, യുവ നേതാവ്, ഒപ്പം സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് നയിക്കുന്നു എന്നടക്കമുള്ള പ്രത്യേകതകളുണ്ട്. ഒപ്പം തൃശൂരിൽ ഏറ്റവും ഒടുവിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിച്ചത്. അവിടെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ടാജറ്റിനെ ഇപ്പോൾ നിലവിൽ മാറ്റില്ല. അങ്ങനെ 5 കോൺഗ്രസ് അധ്യക്ഷന്മാരെ നിലനിർത്തി മറ്റ് 9 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കും. ഒപ്പം തന്നെ KPCCക്ക് നിലവിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ ഭാരവാഹികളെ നിലനിർത്തി പുതുതായി ഭാരവാഹികളെ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. ഇനിയും ചർച്ച തുടരും. MP-മാരുടെ കൂടി അഭിപ്രായം ആരായേണ്ടതുണ്ട്. MP-മാരുടെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാണ് പട്ടിക തയ്യാറാക്കി AICCക്ക് കൈമാറുക. ഏതായാലും ഓഗസ്റ്റ് ആദ്യവാരം തന്നെ പട്ടിക പുറത്തിറക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിന്. അരുൺകുമാർ. ഓക്കെ, റോഷിപാലാണ് വിവരം നൽകിയത്. 5 DCCമാരെ ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരിക്കും പരിഷ്കാരമുണ്ടാവാൻ സാധ്യതയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നു. എന്തായാലും കൂടിയാലോചനകൾ അന്തിമഘട്ടത്തിലാണ് എന്നാണ് റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.